ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാവ് ടുവിനെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐ ഹാവ് ടു എവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. എന്തെങ്കിലും ഒരു കാര്യം അത് നമുക്ക് നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ നിർബന്ധിതനാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. സംസാരിക്കുമ്പോൾ ഗ്രാമറിന്റെ ആവശ്യമില്ല. ഭാഷ അതേത് ഭാഷയാണെങ്കിലും കേൾക്കുന്ന ആളിന് പറയുന്ന കാര്യം മനസ്സിലാകണമെന്ന് മാത്രം. എങ്കിലും വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സെന്റൻസ് എങ്ങനെ എഴുതാമെന്ന സ്ട്രക്ചർ കൂടി ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹാവ് ടു. ഞാൻ നാളെ ലീവായിരിക്കും. ഞാൻ നാളെ ലീവായിരിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ എങ്ങനെയാ പറയാ? ഐ വിൽ ബി ഓൺ ലീവ് ടുമോറോ. ഐ വിൽ ബി ഓൺ ലീവ് ടുമോറോ. ഞാൻ ലീവായിരിക്കും. എനിക്ക് എവിടെ പോകണം? ഹോസ്പിറ്റലിൽ പോകണം. ഐ have to go to hospital. ഇവിടെ ഹോസ്പിറ്റലിൽ പോകണം എന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എന്തായാലും പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് have to. അപ്പൊ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? have to യൂസ് ചെയ്യുന്നത്. I will be on leave tomorrow. I have to go to ഹോസ്പിറ്റൽ. അടുത്ത സെന്റൻസ്, നീ എന്തായാലും എക്സാം പാസ്സാവണം. അപ്പൊ എന്തായാലും ഇത്തവണ എക്സാം പാസ്സായേ മതിയാകൂ. അപ്പൊ നമുക്ക് പറയാം യു ഹാവ് ടു പാസ് ദ എക്സാം. യു ഹാവ് ടു പാസ് ദ എക്സാം. നീ എന്തായാലും എക്സാം പാസ്സാകണം. യു ഹാവ് ടു പാസ് ദ എക്സാം. അപ്പൊ നിർബന്ധമായും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന രീതിയിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. അടുത്ത സിറ്റുവേഷൻ, ട്രാഫിക് ഒഴിവാക്കാനായിട്ട് നമുക്ക് നേരത്തെ പോകണം. അപ്പൊ ഇവിടെ നേരത്തെ പോകണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്, നെസസിറ്റി ആണ്. അപ്പൊ നമുക്ക് എഴുതാം we have to leave early. നേരത്തെ എന്നതിന് early. We have to leave early. എന്തിനാണ്? To avoid traffic. To avoid traffic. അപ്പൊ ഇവിടെ have to എന്നത് കാണിക്കുന്നത് നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യേണ്ടത് എനിക്കൊരു ആവശ്യമാണ്. We have to leave early to avoid traffic. അടുത്ത സിറ്റുവേഷൻ, എനിക്ക് രാവിലെ 10 മണിക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എഴുതാം ഐ ഹാവ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ at 10 a.m. I have to attend the function at 10 a.m. അപ്പൊ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഹാവ് ടു യൂസ് ചെയ്തത്. ഇനി ഇവിടെ ഐക്ക് പകരം അവനെന്നോ അവളെന്നോ, അതായത് ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാവ് എന്നതിന് പകരം ഹാസ് ടു എന്ന് പറയുമായിരുന്നു. She has to attend the function at 10 a.m. ഇനി ചില സിറ്റുവേഷൻസിൽ ഹാവ് ടു യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മസ്റ്റ് യൂസ് ചെയ്യാം. നിർബന്ധമായും ചെയ്യേണ്ട കാര്യമല്ലേ പറയുന്നത്. അപ്പോ ഹാവ് ടുവിന് പകരം നമുക്ക് മസ്റ്റും യൂസ് ചെയ്യാം. സിറ്റുവേഷൻ നോക്കി, നമ്മളൊരു മൂവിക്ക് പോയി, നമുക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ റിലേറ്റീവിന്റെ അടുത്തോ ഒക്കെ പറയും ആ മൂവി എന്തായാലും കാണണം. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ആ നല്ല മൂവിയാണ്, നീ എന്തായാലും കാണണം. ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു
യൂസ് ചെയ്യാം. It's a fantastic movie. It's a fantastic movie. നീ എന്തായാലും കാണണം. You must watch it. You must watch it. നീ എന്തായാലും കണ്ടേ പറ്റൂ അല്ലെ. അപ്പൊ നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാണ്, നീ അത് കാണണം എന്ന രീതിയിൽ. അപ്പൊ ഇവിടെ മസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തും യൂസ് ചെയ്യാം, ഹാവ് ടു യൂസ് ചെയ്യാം. യു ഹാവ് ടു വാച്ച് ഇറ്റ്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് മസ്റ്റ് അല്ലെങ്കിൽ ഹാവ് ടു ഒരേപോലെ യൂസ് ചെയ്യാം. യു മസ്റ്റ് വാച്ച് ഇറ്റ്, യു ഹാവ് ടു വാച്ച് ഇറ്റ്. മസ്റ്റ് ആൻഡ് ഹാവ് ടു ഒരേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാമെങ്കിലും രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മസ്റ്റ് കുറച്ച് ഫോർമൽ ആണ്, മാത്രല്ല സീരിയസ് ടോണിലാണ് നമ്മൾ പറയുന്നത്. മസ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ സിറ്റുവേഷൻസിലാണ്. എന്നാൽ ഹാവ് ടു കൂടുതലും യൂസ് ചെയ്യുന്നത് എവറിഡേ കോൺവെർസേഷനിലാണ്, മാത്രല്ല കുറച്ച് ഇൻഫോർമലും ആണ്. ഈ സിറ്റുവേഷൻസ് നോക്കിയേ. യു മസ്റ്റ് finish the work. You must finish the work today itself. ഇത് കുറച്ച് സീരിയസ് ടോണിലാണ് പറയുന്നത്, ഫോർമൽ ആയിട്ട്. യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക് ടുഡേ ഇറ്റ്സെൽഫ്. ഇതേ കാര്യം നമുക്ക് ഹാവ് ടു യൂസ് ചെയ്തും പറയാം. യു ഹാവ് ടു finish the work. You have to finish the work today itself. You have to finish the work today itself. നീ എന്തായാലും ആ വർക്ക് ഇന്ന് തന്നെ തീർക്കണം. ആദ്യം പറയുമ്പോൾ കുറച്ച് ഫോർമൽ ആണ്, സീരിയസ് ആണ്. രണ്ടാമത്തെ രീതിയിൽ പറയുമ്പോൾ കുറച്ച് കാഷ്വൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. യു ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ ഇറ്റ്സെൽഫ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാവ് ടു. ലാസ്റ്റ് സിറ്റുവേഷൻ, ഐ വിൽ ബി ബിസി ദിസ് ഈവനിങ്. ഐ വിൽ ബി ബിസി ദിസ് ഈവനിങ്. I have to watch the video. Watch the video. I will be busy this evening. I have to watch the video. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.